Okay, full annealing എന്ന് വെച്ചാൽ എന്താണ്? The term full annealing is used to refer the heat treatment process which involves the heating steel to സ്റ്റീലിനെ എവിടെ വരെ ഹീറ്റ് ചെയ്യുന്നത്? ഹീറ്റിംഗ് സ്റ്റീൽ ടു ഓസ്റ്റനൈസ് സ്റ്റേറ്റ്. മനസ്സിലായില്ലേ? പ്രോസസ് അനീലിംഗ് നമ്മൾ ഓസ്റ്റനൈസ് സ്റ്റേറ്റ് വരെ ഹീറ്റ് ചെയ്യുന്നില്ല, അതിന് തൊട്ട് താഴെ വരെ ഹീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫുൾ അനീലിംഗ് നമ്മൾ ഹീറ്റിംഗ് സ്റ്റീൽ ടു ഓസ്റ്റനൈസ് സ്റ്റേറ്റ് വരെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സ്ലോലി നമ്മൾ കൂൾ ചെയ്യുന്നു, പതുക്കെ കൂൾ ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ to remove all the structural imperfections by complete recrystallization. അതായത് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫക്ട്സോ അല്ലെങ്കിൽ ഇൻപെർഫെക്റ്റ്, നമ്മൾ കുറെ ഇൻപെർഫെക്ഷൻസ് പഠിച്ചില്ലേ? പോയിന്റ് ഡിഫക്ട്, ലൈൻ ഡിഫക്ട്, വോളിയം ഡിഫക്ട്, അങ്ങനെ കുറെ ഡിഫക്ട്സ് ഒക്കെ പഠിച്ചില്ലേ? ആ ഡിഫക്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഡിഫക്ട്സ് ഒന്നും വേണ്ട. നമുക്ക് എല്ലാം എന്താണ്, എന്താ പറയുന്നത്, ക്ലിയർ ആയിട്ടുള്ള നല്ല നല്ല പെർഫെക്റ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചർ വേണം. അങ്ങനെയുള്ള ഡിഫക്ട്സിനെ എല്ലാം നമുക്ക് കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീക്രിസ്റ്റലൈസേഷൻ ചെയ്ത് ആ ഡിഫക്ട്സിനെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കാം? ഫുൾ അനീലിംഗ് ഉപയോഗിക്കാം. ഫുൾ അനീലിംഗ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റീൽ ഉണ്ട്. ഹൈപ്പർ യൂടെക്ടോഡ് സ്റ്റീലുണ്ട്, ഹൈപ്പോ യൂടെക്ടോഡ് സ്റ്റീലുണ്ട്. ഓക്കെ, ഹൈപ്പർ യൂടെക്ടോഡ് സ്റ്റീലുണ്ട്, ഹൈപ്പോ യൂടെക്ടോഡ് സ്റ്റീലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം എന്തായാലും മനസ്സിലാക്കാം, ഫുൾ അനീലിംഗ് ചെയ്യുമ്പോഴത്തേന് എന്തായിരിക്കും ചെയ്യുന്നത്? ഫുള്ള് നമ്മുടെ സ്പെസിഫിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? പറഞ്ഞ് ഗാമ ഓസ്റ്റിനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യത്തില്ലേ? ഗാമ ഓസ്റ്റിനേറ്റ് ആയിട്ടല്ലേ കൺവേർട്ട് ചെയ്യുന്നേ? ആണോ? ഓക്കെ, നമ്മള് റെഗുലർ ക്ലാസ് കൂടാതെ എക്സ്ട്രാ ക്ലാസ് എടുത്താണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, ഗാമ ഓസിനേറ്റ് എടുത്താണ് നമ്മൾ ഗാമ ഓസിനേറ്റിന്റെ ആയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു 3 റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ പറഞ്ഞായിരുന്നു അല്ലേ? A1 പറഞ്ഞായിരുന്നു. A1 എന്ന് പറയുന്നത് ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലേ? ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്താണ്? A3 എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു ടെമ്പറേച്ചർ റേഞ്ച് പറഞ്ഞായിരുന്നു. A3 എന്ന് വെച്ചാൽ എന്തായിരുന്നു? A2 3 ടെമ്പറേച്ചർ പറഞ്ഞായിരുന്നു. A1, A2, A3, പിന്നെ ACM എന്ന് പറഞ്ഞ 3 ടെമ്പറേച്ചർ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു ഫുൾ അനീലിങ്ങിനകത്ത് നമുക്ക് ഒരു കാര്യം നമുക്കറിയാം, എന്താണ്, കംപ്ലീറ്റ് ആയിട്ട് ഓസ്റ്റിനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, നമുക്ക് കൺഫേം ആണ്. പക്ഷേ ഹൈപ്പർ യൂടെക്ടോയിഡ് സ്റ്റീലിനും ഹൈപ്പോ യൂടെക്ടോയിഡ് സ്റ്റീലിനും രണ്ട് ടൈപ്പ് ഓഫ് ഹീറ്റിംഗ് ആണ് വേണ്ടത്. ഹൈപ്പർ യൂടെക്ടോയിഡ് സ്റ്റീലിന് എങ്ങനെയാ നോക്കി, എവിടെ വരെ ഹീറ്റ് ചെയ്തേക്കുന്നത്? ജസ്റ്റ് എബവ് ദി ഹൈപ്പർ യൂടെക്ടോയിഡ് സ്റ്റീലിന് എങ്ങനെ ഹീറ്റ് ചെയ്ത്? ജസ്റ്റ് എബവ് ദി എവിടെ വരെ ഹീറ്റ് ചെയ്ത്? ഇത് ഏത് ടെമ്പറേച്ചറാ? ജസ്റ്റ് എബവ് ദി, നോക്കിയേ, ഈ ടെമ്പറേച്ചറാ A1. ജസ്റ്റ് എബവ് ദി, പറഞ്ഞേ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നോക്കി, നമ്മൾ ആദ്യം നമുക്ക് ഹൈപ്പോ യൂടെക്ടോഡിനും ഹൈപ്പർ യൂടെക്ടോഡിനും രണ്ട് ടൈപ്പ് ഓഫ് ഹീറ്റിംഗ് ആണ് ഫുൾ അനീലിനകത്ത് വേണ്ടത്. ഫസ്റ്റ് നമുക്ക് നോക്കാം ഹൈപ്പോ യൂടെക്ടോഡ് നോക്കാം. ഹൈപ്പോ യൂടെക്ടോഡ് നോക്കി, ഹൈപ്പോ യൂടെക്ടോഡിനകത്ത് ആർ ഹീറ്റഡ് ടു 50 to 90 degrees Celsius above the upper critical temperature of the corresponding to A3. അതായത് അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെ കാട്ടിലും കൂടുതൽ ഒരു 50 to 60, 90 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ചെയ്യണം. ഏതിനു വേണ്ടിയിട്ട്? ഏതിനു വേണ്ടിയിട്ടാ? ഏതിനു വേണ്ടിയിട്ടാ? ഹൈപ്പോ. ഇപ്പൊ നിങ്ങൾക്ക് അത് എന്തുകൊണ്ടാണെന്നറിയാം നമ്മൾ അങ്ങനെ പറഞ്ഞത്? 50 to 60, 90 above ദി അപ്പർ ക്രിട്ടിക്കൽ ലൈൻ ഹീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ കാരണം അറിയാവോ? ഞാൻ പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യും.
എടാ മക്കളെ, ഹൈപ്പർ യൂടെക്റ്റോഡ് സ്റ്റീലും ഹൈപ്പോ യൂടെക്റ്റോഡ് സ്റ്റീലും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ അത് പറ ആദ്യം. ഹൈപ്പോ യൂടെക്റ്റോഡ് സ്റ്റീലും ഹൈപ്പർ യൂടെക്റ്റോഡ് സ്റ്റീലുമുള്ള വ്യത്യാസം എന്തുവാ അതിനെന്ത് പറഞ്ഞേ? നിങ്ങൾ കാണാന്നും പറയണ്ട, ആർക്കാർബൺ ഡയഗ്രം കാണിച്ചില്ല, അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. സ്റ്റീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ തൊട്ട് എവിടം വരെ ഉള്ള സ്റ്റീല്? 0.02 മുതൽ 2.14 താഴോട്ടുള്ളതാണ് സ്റ്റീൽ. ഇങ്ങോട്ടുള്ളത് എന്താണ്? കാസ്റ്റ് ചെയ്യണം ആണല്ലോ. ഇനി യൂടെക്റ്റോയിഡ് എന്ന് പറയുന്ന പോയിന്റ് ഏതാ? ഇത് യൂടെക്റ്റോയിഡ് പോയിന്റ് ആണല്ലോ. ഹൈപ്പോ പറഞ്ഞോ, യൂടെക്റ്റോയിഡ് പോയിന്റ് ഏതാ? 0.76. അപ്പൊ 0.76 ലെഫ്റ്റിലോട്ടുള്ളത് എന്താണ്? ഹൈപ്പോ യൂടെക്റ്റോഡ് സ്റ്റീലാ. 0.76 റൈറ്റിലോട്ട് അപ് ടു 2.14 ഉള്ള എന്തുവാണ്? ഹൈപ്പർ ആണ്. ഓക്കെ, ഹൈപ്പർ യൂടെക്റ്റോഡ് ടെമ്പറേച്ചർ ആണ്. ഇനി ഞാൻ A1 ടെമ്പറേച്ചർ പറഞ്ഞ് മെൻഷൻ ചെയ്തിരുന്ന ഏതാണ്? 727. A2 എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്ത ഏതാണ്? A2 എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്ത ഏതാണ്? ഒരു മിനിറ്റ്. A2 എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്ത ഏതാണ്? ഇതല്ലേ. A3 എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്ത ഏതാണ്? ഇതാണ് ACM. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹൈപ്പോ യൂടെക്റ്റോയിഡ് സ്റ്റീൽ എന്ന് പറയുന്നത് ഏത് ഭാഗത്ത് എവിടെ തൊട്ട് എവിടം വരെ വരുന്നതാണ്? ഹൈപ്പർ യൂടെക്റ്റോയിഡ് സ്റ്റീൽ എവിടെ തൊട്ട് എവിടം വരെ വരുന്നത്? നിങ്ങളൊന്ന് കാണാൻ പഠിക്കരുത്. 0.02 മുതൽ 0.76 വരെ. അപ്പൊ ഈ ഭാഗത്ത് വരുന്ന സ്റ്റീലിനെ പറയുന്ന പേരാണ് എന്ത്? പറ. ഈ ഹൈപ്പോ യൂടെക്റ്റോയിഡ് സ്റ്റീൽ എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ ആ ഒരു സ്റ്റീലിനെ ഓസ്റ്റനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്തെടുക്കണം? ആ ഒരു സ്റ്റീലിനെ ഏത് ലൈൻ ക്രോസ് ചെയ്യണം? ഏത് ലൈൻ ക്രോസ് ചെയ്യണം? ഇവിടെ അല്ലേ ഓസ്റ്റനേറ്റ്. അപ്പൊ ഇതിനെ ഏത് ലൈൻ ക്രോസ് ചെയ്യണം? ഏതാ ഈ ലൈൻ? A3. അപ്പൊ നിങ്ങൾ അത്രയും ഇൻഡെപ്തിൽ പഠിച്ചില്ലെങ്കിൽ പോലും ഇത്ര ഓർത്ത് വെക്കുക. ഹൈപ്പോ യൂടെക്റ്റോയിഡ് സ്റ്റീലിനെ ഓസ്റ്റനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ A3 എന്ന് പറയുന്ന ലൈനിന് എബവ് നമ്മൾ ഹീറ്റ് ചെയ്യണം. ഹൈപ്പർ യൂടെക്റ്റോയിഡിനെ ഓസ്റ്റനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ A1 എന്ന് പറയുന്ന ലൈൻ എബവ് വരെ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനെ സ്ലോലി കൂള് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും? കൂള് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഓസ്നേറ്റ്, ഫെറൈറ്റും സിമെന്റേറ്റും ആയിട്ടൊക്കെ എന്താണോ നമുക്ക് വേണ്ട സ്ട്രക്ചർ അതായിട്ട് നമ്മൾ ഡീകമ്പോസ് ചെയ്ത് നമുക്ക് വേണ്ട പ്രോപ്പർട്ടി കിട്ടും. അപ്പൊ ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഹൈപ്പർ യൂടെക്റ്റോയിഡ് സ്റ്റീൽ ആർ ഹീറ്റഡ് ടു 50 to 90 degrees Celsius above the upper critical temperature corresponding to A3 ലൈൻ. ഇതാണ് A3 ലൈൻ. അപ്പൊ A3 ലൈനെക്കാട്ടിലും ഒരു 50 to 70 വരെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? റീറ്റെയിനിങ് അറ്റ് ദ കമ്പോണന്റ് അറ്റ് ദിസ് ടെമ്പറേച്ചർ കൺവേർട്ട് ദ മൈക്രോസ്ട്രക്ചർ ടു ഓസ്റ്റനേറ്റ്. അപ്പൊ ഈ ഒരു ടെമ്പറേച്ചർ നമ്മൾ റീറ്റെയിൻ ചെയ്യുമ്പോഴത്തേന് എത്രമാത്രം മെറ്റീരിയൽ ഉണ്ടോ അതിനെ മൊത്തമായിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഓസ്റ്റനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം അപ്പോൺ വെരി സ്ലോലി കൂളിംഗ് ഇൻ ദ സർഫസ്, പതുക്കെ നമ്മൾ കൂൾ ചെയ്യും. പതുക്കെ കൂൾ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഓസ്റ്റനേറ്റ് ഡീകമ്പോസസ് ഇൻടു ഫെറൈറ്റ് ആൻഡ് സിമെന്റേറ്റ് ആയിട്ട് മാറുന്നത് അല്ലെ. നമ്മള് ഹൈപ്പോ യൂടെക്റ്റോയിഡ് സ്റ്റീൽ കൂൾ ചെയ്യുമ്പോൾ നമുക്ക് ഫെറൈറ്റ് ആൻഡ് സിമെന്റായിട്ട് മാറുന്നത്. അപ്പൊ along with this കംപ്ലീറ്റ് റീക്രിസ്റ്റലൈസേഷൻ ഒക്കർ ആൻഡ് സ്ട്രക്ചർ ഗെറ്റ് റിഫൈൻഡ്. അപ്പൊ ഇതിനകത്ത് എന്ന് പറയുമ്പോഴത്തേന് വീണ്ടും ഒരു റീക്രിസ്റ്റലൈസേഷൻ നടക്കുവാണ്. അപ്പൊ നമ്മുടെ സ്ട്രക്ചറിന്റെ അകത്തുള്ള ഇന്റേണൽ ഇംപെർഫെക്ഷൻസും എല്ലാം നമുക്ക് അവിടെ മാറും. പക്ഷെ ഹൈപ്പർ യൂടെക്റ്റോയിഡിന്റെ കേസിൽ എങ്ങനെയാണ്? ഈ ഒരു ഗ്രാഫ് നോക്കിയേ. ഹൈപ്പർ യൂടെക്റ്റോയിഡിന്റെ കേസിൽ നമുക്ക് എവിടം വരെ ഹീറ്റ് ചെയ്താൽ മതി?
A1 ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്താൽ മതി. A1 എന്ന് പറയുന്ന A1 ടെമ്പറേച്ചറിനെക്കാൾ കുറച്ചും കൂടെ കൂട്ടി ഹീറ്റ് ചെയ്യണം, ഒരു 40 to 50. അപ്പൊ A1 എന്ന് പറയുന്ന പേരാണ് എന്ത്? ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ലോവർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്താൽ മതി A1ന്. അപ്പൊ ഹൈപ്പർ യൂട്ടെക്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹൈപ്പർ യൂട്ടെക്റ്റഡ് സ്റ്റീൽസ് ആർ heated up to 50 to 90 degrees Celsius above the lower critical temperature corresponding to the line A1. A1ന് corresponding ആയിട്ടുള്ള ലൈനിന് above ആയിട്ട് 50 to 90 degree Celsius വരെ ഹീറ്റ് ചെയ്താൽ മതി. അപ്പൊ എന്ത് സംഭവിക്കും? ആ 50 to 90 ഡിഗ്രി വരെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്ക് എന്തുമായിട്ട് മാറും? നമ്മുടെ മെറ്റീരിയൽ എന്തുമായിട്ട് മാറും? മെറ്റീരിയൽ എന്തുമായിട്ടാണ് മാറുന്നത്? ഓസ്റ്റനേറ്റ് ആയിട്ട് മാറുന്നു അല്ലെ? ഓസ്റ്റനേറ്റ് ആയിട്ട് മാറും. അതിനുശേഷം നമ്മൾ ഹീറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു? ഹോൾഡ് ചെയ്യുന്നില്ലേ? അപ്പൊ ഹോൾഡിംഗ് ടൈം പ്രൊവൈഡ് സഫിഷ്യന്റ് കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഓസ്റ്റനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? Now the microstructure present in the austenite and cementate. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ A1ന് എബോവ് ആയിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും? നിങ്ങൾക്ക് അത് അയൺ കാർബൺ ഡയഗ്രം നല്ല ക്ലിയർ കട്ടായിട്ട് അറിയാവുന്നവർക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് മനസ്സിലാകും. അതായത് ഹൈപ്പോ യൂട്ടെക്റ്റഡ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ എവിടെ തൊട്ട് എവിടെ വരെയാണ്? ഈ റീജിയനിലല്ലേ ഹൈപ്പോ വരുന്നത്? ആണോ അല്ലയോ? ഈ റീജിയനിലാണ് ഹൈപ്പോ വരുന്നത്. ഈ ലൈനിനെ പറയുന്ന പേരെന്തുവാ? പറഞ്ഞേ. A3. അപ്പൊ ഈ ഹൈപ്പോയുടെ എന്താണ് A3 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിനെ കാട്ടിലും കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്തോ ഉണ്ടാവുന്നത്? ഓസ്റ്റനേറ്റ് ആണ് ഉണ്ടാവുന്നത്. ഇനി ഞാൻ ഹൈപ്പർ എന്ന് പറയുമ്പോ എവിടെ വരുന്ന ഹൈപ്പറിനെ ഈ ടെമ്പറേച്ചറിനെ എബോവ് ഹീറ്റ് ചെയ്യുന്നത്? ഈ ടെമ്പറേച്ചറിൽ എബോവ് ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തോ ഉണ്ടാവുന്നത്? അതാണ് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ആ ഡയഗ്രാം അറിയാവുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇത് മനസ്സിലാകും. അതായത് എന്താണ് ആ ഒരു A1 ടെമ്പറേച്ചറിൽ എബവ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുമായിരിക്കും ഉണ്ടാകുന്നത്? മൈക്രോട്രാക്ഷനകത്ത് എന്തൊക്കെ കാണും? മൈക്രോട്രാക്ഷനകത്ത് ഓസ്റ്റനേറ്റും കാണും, പിന്നെ സിമെന്റേറ്റും കാണും. അല്ലെങ്കിൽ ആ അൺകാർബൺ ഡയഗ്രം മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് കാണാതെ പഠിക്കാനേ നിവൃത്തിയുള്ളൂ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമ്പയർ ചെയ്ത് മനസ്സിലാവും എന്തുകൊണ്ടാണ് A1ന്റെ മുകളിലോട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ ഓസ്റ്റനേറ്റും സിമെന്റേറ്റും വരാൻ കാരണം എന്താന്ന് ആ അൺകാർബൺ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിനുശേഷം എന്തുവാ? ഹോൾഡ് ചെയ്തതിനു ശേഷം നമ്മൾ കൂൾ ചെയ്യുന്നു. അപ്പോൾ കൂളിംഗ് ദ കമ്പോണന്റ് വെരി സ്ലോലി ഇൻ ദ ഫർണസ് എന്ത് സംഭവിക്കും? ഓസ്റ്റനേറ്റ് എന്തായിട്ട് മാറുന്നു? വളരെ സ്ലോലി, വളരെ പതുക്കെയാ നമ്മൾ കൂൾ ചെയ്യുന്നത്. അപ്പൊ ഓസ്റ്റനേറ്റ് എന്തായിട്ട് മാറുന്നു? ഓസ്റ്റനേറ്റ് എന്തായിട്ട് മാറുന്നു? പതുക്കെ കൂൾ ചെയ്യുമ്പോൾ ഓസ്റ്റനേറ്റ് എന്തായിട്ട് മാറുന്നു? പറഞ്ഞേ. പതുക്കെ ഓസ്റ്റനേറ്റ് കൂൾ, വളരെ സ്ലോലി ഓസ്റ്റനേറ്റ് കൂൾ ചെയ്യുമ്പോ എന്തുണ്ടാവുന്നത്? ഏതാ? കോഴ്സിപ്പിയലൈറ്റ് അല്ല, വെരി സ്ലോലി ഓസ്റ്റനേറ്റ് കൂൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കോഴ്സിപ്പിയലൈറ്റിലുണ്ടാവുന്നത്. നമ്മൾ TT ഡയഗ്രത്തിനകത്ത് പഠിച്ചില്ലേ? വെരി വെരി സ്ലോലി പതുക്കെ നമ്മൾ കൂൾ ചെയ്യുവാന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുന്നത്? കോഴ്സിപ്പിയലൈറ്റ് അല്ലേ? അപ്പൊ കോഴ്സിപ്പിയലൈറ്റിന്റെ പ്രത്യേകത എന്താണ്? അത് സോഫ്റ്റ് അല്ലേ? അതിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയൊക്കെ ഇമ്പ്രൂവ് ചെയ്തില്ലേ? കോഴ്സിപ്പിയലൈറ്റ് ഫോം ചെയ്യുമ്പോൾ സോഫ്റ്റ് ആണ്, അതിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ഒരു പ്രശ്നം? മെക്കാനിക്കൽ പ്രോപ്പർട്ടിയൊക്കെ ഇമ്പ്രൂവ് ചെയ്തു, പക്ഷെ അതിനകത്ത് കുറച്ച് സിമെന്റേറ്റും കൂടെ ഉണ്ട് അല്ലെ? കുറച്ച് സിമെന്റേറ്റ് കൂടെ ഉണ്ടല്ലോ. ഈ പിയലൈറ്റിന്റെ ആ സ്ട്രക്ചർ, ആ കംപ്ലീറ്റ് റീക്രിസ്റ്റലൈസേഷൻ നോക്കിയേ.
The complete recrystallization occur and the material gets softened and the mechanical properties are improved. But the cementite forms a brittle network around the perlite. നമുക്കറിയാം എന്താണ് ഈ പിയർലൈറ്റിനകത്ത് എന്താ ഉള്ളത്? ആൽഫ ഫെറൈറ്റും ഉണ്ട്, പിന്നെന്താ ഉള്ളത്? സിമെന്റേറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ കൂൾ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും സിമെന്റേറ്റ് ഉണ്ടല്ലോ. സിമെന്റേറ്റ് പ്രത്യേകത എന്താണ്? സിമെന്റേറ്റ് പ്രത്യേകത എന്താണ്? സിമെന്റേറ്റ് പ്രത്യേകത എന്താണ്? സിമെന്റേറ്റ് ബ്രിട്ടിലാണ്. അപ്പൊ സിമെന്റേറ്റിന്റെ ആ ഒരു ഷേപ്പ്, അവിടുത്തെ ഷേപ്പ്, ആ ഒരു ഷേപ്പ് നമുക്ക് ഒരു സ്പെറിക്കൽ ഷേപ്പിന്റെ പ്രത്യേകത എന്താണ്? സ്പെറിക്കൽ ഷേപ്പിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേന് അത് കമ്പാരേറ്റീവ്ലി ഫ്രിക്ഷൻ ഒക്കെ കുറവല്ലേ സ്പെറിക്കൽ ഷേപ്പ്? പെട്ടെന്ന് മൂവ് ചെയ്യാനും നമുക്ക് റെസിസ്റ്റൻസ് ഒക്കെ കുറവല്ലേ സ്പെറിക്കൽ ഷേപ്പിന്, അല്ലേ? അപ്പൊ നമുക്ക് എന്താ ഫുൾ അനീലിംഗ് കൂടെ ചെയ്ത് കിട്ടുന്ന നമ്മുടെ മെറ്റീരിയൽ ഓസ്റ്റനേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് കോഴ്സ് പിയർലൈറ്റ് ആണ്. പക്ഷെ ആ കോഴ്സ് പിയർലൈറ്റിന് ഒരു ഡ്രോബാക്ക് ഉണ്ട്. അതിനകത്ത് സിമെന്റേറ്റിന്റെ കണ്ടന്റ് ഉള്ളത്, സിമെന്റേറ്റിന്റെ കണ്ടന്റ് നമുക്ക് കളയാൻ പറ്റത്തില്ല. പക്ഷെ സിമെന്റേറ്റിന്റെ ആ ഒരു സ്ട്രക്ചർ കൊണ്ടിട്ട് അതിനകത്തൊരു ബ്രിട്ടിൽനെസ് ഉണ്ട്. ആ ബ്രിട്ടിൽനെസ് കൊണ്ട് നമുക്ക് മെഷീനബിലിറ്റി അത്രയ്ക്ക് ഇമ്പ്രൂവ് ചെയ്യത്തില്ല. അപ്പോൾ മെഷീനബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പുതിയൊരു പ്രോസസ്സ് ചെയ്യും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? സ്പീറോഡൈസിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് അടുത്തൊരു പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ രണ്ട് പ്രോസസ്സ് പഠിച്ചു. നമ്മൾ പ്രോസസ് അനീലിംഗ് പഠിച്ചു, ഫുൾ അനീലിംഗ് പഠിച്ചു. പ്രോസസ് അനീലിംഗ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ലോ കാർബൺ സ്റ്റീലിന് വേണ്ടിയിട്ടാണ് 0.25 8% കാർബൺ ഉള്ള സ്റ്റീലിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് എവിടെ ഉപയോഗിക്കുന്നത്? കോൾഡ് വർക്കിങ്ങിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് മെഷീനബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് നമ്മൾ എന്തുവാ ചെയ്യുന്നത്? A1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിന്റെ തൊട്ട് താഴെ നമ്മൾ ഹീറ്റ് ചെയ്ത് അതിനുശേഷം ഒരു പ്രത്യേക ടൈമിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. അതിനുശേഷം പതുക്കെ അത് കൂൾ ചെയ്യുന്നു. അത് മനസ്സിലായല്ലോ? രണ്ടാമത്തെ എന്ത് പറഞ്ഞത്? ഫുൾ അനീലിംഗ്. ഫുൾ അനീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഫുൾ സ്പെസിഫിൻ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഫുൾ അനീലിംഗിനകത്ത് ഫുൾ സ്പെസിഫിൻ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഫുൾ സ്പെസിഫിൻ നമ്മൾ ഓസ്റ്റനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പക്ഷെ നമ്മൾ അവിടെ രണ്ട് പ്രോസസ് ഉണ്ട്. എന്താണ്? ഹൈപ്പറിന് വ്യത്യാസമുണ്ട്, ഹൈപ്പോയ്ക്കും വ്യത്യാസമുണ്ട്. ഹൈപ്പറിന് നമ്മൾ ഹൈപ്പോ പറയുവാണെങ്കിൽ ഹൈപ്പോ നമ്മൾ എവിടെ വരെ ഹീറ്റ് ചെയ്യുന്നത്? അപ്പൊ ആ ഒരു കാര്യം നോക്കുമ്പോൾ നിങ്ങൾ അയൺ കാർബൺ ഡയഗ്രം മനസ്സിലോട്ട് വെച്ചാൽ മതി. ഹൈപ്പോ എന്ന് പറയുമ്പോൾ ഏത് ലൈൻ വരെ ഹീറ്റ് ചെയ്യുന്നത്? ഏത് വരെ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എന്താണ്? ഓസ്റ്റനേറ്റ്. എന്നിട്ട് നമ്മൾ അതിനെ സ്ലോലി കൂൾ ചെയ്യുന്നു, അല്ലേ? അപ്പൊ നമുക്ക് റിക്കർഡ്. പിന്നെ അടുത്ത് ഹൈപ്പോ എന്ന് പറയുമ്പോഴോ, ഹൈപ്പർ നമ്മൾ എവിടെ വരെ ഹീറ്റ് ചെയ്യുന്നത്? A1. അപ്പൊ A1 ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ഉണ്ടാവുന്നത്? ഇവിടെ എന്താ ഉണ്ടാവുന്നത്? ഓസ്റ്റനേറ്റ് സിമെന്റേറ്റും ഉണ്ടാവും. എന്നിട്ട് നമ്മൾ അതിനെ കൂൾ ചെയ്യുന്നു. കൂൾ ചെയ്യുമ്പോൾ അതിന്റെ റീക്രിസ്റ്റലൈസേഷൻ ചെയ്തിട്ട് നല്ല ഒരു സ്ട്രക്ചർ ഒക്കെ കിട്ടും. പക്ഷെ അതിനകത്തൊരു എന്താണ്? സിമെന്റേറ്റിന്റെ ഒരു നെറ്റ്വർക്ക് കൊണ്ട് അതിനകത്തൊരു ബ്രിട്ടിൽനെസ് ഉണ്ട്. അപ്പൊ നമുക്ക് മെഷീനബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത പ്രോസസ്സ്. നമ്മുടെ അടുത്ത പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? അടുത്ത പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? സ്പീറോഡൈസിങ്. എന്താണ്? അതെന്തിനാ ചെയ്യുന്നേ? നമ്മൾ പ്രോസസ് അനീലിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അത്യാവശ്യം ഡക്ടിലിറ്റി ഒക്കെ കിട്ടി. പക്ഷേ ആ ഒരു സിമെന്റേറ്റിന്റെ ആ ഒരു സ്ട്രക്ചർ കൊണ്ടിട്ട് അവിടെ ഒരു ബ്രിട്ടിൽനെസ് ഉണ്ട്. അപ്പൊ സിമെന്റേറ്റിന് നമുക്ക് ഒരു സ്പെറിക്കൽ ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലോ അവിടെ ഉള്ള സിമെന്റേറ്റ് നമുക്ക് കളയാൻ പറ്റത്തില്ല എന്തായാലും. അപ്പൊ സിമെന്റേറ്റ് നമ്മൾ ഒരു ട്രാൻസ്ഫോം ചെയ്യാം, അതിന്റെ ഷേപ്പ് ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാം. ആ ഷേപ്പ് ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് ഏത് ഷേപ്പിലോട്ടാണ് ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ സ്പെറിക്കൽ അല്ലെങ്കിൽ ഗ്ലോബ്യൂൾസ്, എന്താണ് സ്പിറോയിഡ്സ് അല്ലെങ്കിൽ ഗ്ലോബ്യൂൾസ് അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പിലായിട്ടുള്ള സിമെന്റേറ്റിനായിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യാൻ പോവാ. അപ്പൊ സ്പെറിക്കൽ ഷേപ്പ് ആകുമ്പത്തേന് എന്താണ്? കുറച്ചും കൂടെ റെസിസ്റ്റൻസും ഒക്കെ കുറയും, കുറച്ചും കൂടെ ഡക്ടിലിറ്റി കൂടും, കുറച്ചും കൂടെ ബ്രിട്ടിൽനെസ് കുറയും. നമുക്ക് കുറച്ചും കൂടെ മെഷീനബിലിറ്റി ചെയ്യും. നമ്മൾ ലേത്തിനകത്തൊക്കെ വെച്ചിട്ട് മെഷീൻ ചെയ്യുമ്പോഴേ ഈ ഹാർഡ് ആണെങ്കിൽ ഇതിനകത്തുനിന്ന് മെറ്റീരിയൽ റിമൂവ് ആവുമോ? ഇല്ല, മെറ്റീരിയൽ റിമൂവ് ആകത്തില്ല. പകരം ഭയങ്കര ടഫ് ആയിരിക്കും മെറ്റീരിയൽ റിമൂവ് ആവാൻ. ആ മെറ്റീരിയൽ ഇങ്ങനെ പൊട്ടി പോകും. പക്ഷെ ഡക്ടൈൽ ആണെങ്കിലോ നല്ല സ്മൂത്ത് ആയിട്ട്. നിങ്ങൾ ലേത്തൊക്കെ ചെയ്തിട്ട് ലേത്തിന്റെ ഒക്കെ നിങ്ങൾ ചെയ്യും. അടുത്ത ഈ സമയത്ത് നിങ്ങൾക്ക് ലാബിന്റെ എന്തായാലും ഈ സമയം എന്തൊക്കെ ലാബാണ് ഉള്ളത്? FM ലാബും
ലാബ് ഏതൊക്കെ ലാബ് ഉള്ളത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഈ സെമ്മില? FM ലാബ് ഉണ്ട്, പിന്നെ ഏത് ലാബാന്ന് എനിക്ക് അറിയത്തില്ല കറക്റ്റ് ആയിട്ട്. അപ്പൊ ലാബിന്റെ നിങ്ങൾ കോളേജിൽ വരുത്തും കേട്ടോ. നിങ്ങൾക്ക് ലാബിന്റെ കോഴ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾ അങ്ങനെ വെറുതെ വിടത്തൊന്നുമില്ല. അതായത് ഡിസംബർ ഫസ്റ്റ് വീക്ക് നിങ്ങൾക്ക് ലാബ് പ്രാക്ടിക്കൽ ചെയ്യിക്കാൻ വേണ്ടി നിങ്ങളെ കോളേജിൽ വരുത്തും. കോളേജിൽ വന്നിട്ട് 1-2 മണിക്കൂറൊക്കെ കാണത്തുള്ളൂ. അത് വന്നിട്ട് ലാബിന്റെ പ്രാക്ടിക്കൽസ് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഫുൾ പ്രാക്ടിക്കൽസ് നിങ്ങൾ ഡെമോ കാണിച്ച് മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു വിടും. അല്ല ലാബ് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ സ്കിപ്പ് ചെയ്യത്തില്ല കേട്ടോ. അതുകൊണ്ട് അതെല്ലാവരും തയ്യാറായിട്ട് ഇരുന്നോളാം. അടുത്ത മാസം നിങ്ങൾക്ക് ലാബിന്റെ എന്തായാലും ലാബ് ക്ലാസ് കോളേജിൽ വരേണ്ടി വരും. അപ്പൊ പലർക്കും പല ഷെഡ്യൂളായിട്ടാണ് ക്ലാസ് ഉണ്ടാവുന്നത്. നമ്മൾ ഒരുമിച്ചിരുന്ന് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കത്തക്ക രീതിയിലുള്ള ഒരു സംഭവം ഒന്നും കാണത്തില്ല. പക്ഷെ ലാബിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ള പ്രൊവിഷൻ എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ സ്പീറോഡൈസിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ ചെയ്യുന്നത്? സ്പീറോഡൈസിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? അതിനകത്ത് ഒരു ബ്രിട്ടിൽ നെറ്റ്വർക്ക് ഉള്ള സിമിനേറ്റിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? സ്പെറിക്കൽ ഷേപ്പായിട്ട് മാറുന്നത്. അപ്പൊ സ്പെറിക്കൽ ഷേപ്പായിട്ട് മാറുമ്പോൾ എന്തോ അവിടെ ഇംപ്രൂവ് ചെയ്യുന്നത്? Improve the machinability and further cold working operations of ഹൈപ്പർ യൂടെക്ടോയിഡ് സ്റ്റീൽ. നമ്മൾ കഴിഞ്ഞതിന് പറഞ്ഞായിരുന്നു എന്തുവാ, ഹൈപ്പർ യൂടെക്ടോയിഡ് സ്റ്റീൽ കൂൾ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ബ്രിട്ടിൽ നെറ്റ്വർക്ക് ഓഫ് സിമെന്റേറ്റ് ഉണ്ടാവുന്നത്. ആ ബ്രിട്ടിൽ നെറ്റ്വർക്ക് ഓഫ് സിമെന്റേറ്റിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് സ്പീറോഡൈസിങ് ചെയ്യുന്നത്. സ്പീറോഡൈസിങ് ചെയ്യുമ്പോൾ എന്തുവാ സംഭവിക്കുന്നത്? പറഞ്ഞേ. അവിടെ ഉള്ള ബ്രിട്ടിൽ നെറ്റ്വർക്ക് ഉള്ള സിമെന്റേറ്റ് എന്തുമായിട്ട് കൺവേർട്ട് ആവുന്നത്? സ്പെറിക്കൽ ഷേപ്പിലുള്ള സ്പിറോയിഡ്സ് അല്ലെങ്കിൽ ഗ്ലോബ്യൂൾസ് ഓഫ് സിമെന്റേറ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നത്. അപ്പൊ ആൽഫ അതിനകത്തുണ്ട്. ആൽഫ ഇങ്ങനെ കിടപ്പുണ്ട്. അതിനകത്ത് നേരത്തെ ഇങ്ങനെയൊക്കെ കിടന്നിരുന്ന സിമെന്റേറ്റ് ഇപ്പൊ എങ്ങനെയായിട്ട് കൺവേർട്ട് ആയിട്ട് മാറി? ഇങ്ങനെ ഗ്ലോബ്യൂൾസ് അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പായിട്ട് മാറി. അപ്പൊ നമുക്ക് എന്തുവാ അതുകൊണ്ടുള്ള സ്പെറിക്കൽ ഷേപ്പിന്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയത്തില്ല. സ്പെറിക്കൽ ഷേപ്പ് സാധാരണ ഷേപ്പിനെക്കാട്ടിലും കുറച്ചും കൂടെ റെസിസ്റ്റൻസും പിന്നെ ആ ഒരു നമുക്കറിയത്തില്ല. വേറെ ഷേപ്പ് നമുക്കൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മാക്സിമം റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ സ്പെറിക്കൽ ഷേപ്പിന് നമുക്കത് കുറച്ചും കൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് അത് ബെൻഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു മെഷീനബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും അല്ലെ. അപ്പൊ മൈക്രോ കോൺസ്റ്റിറ്റ്യൂട്ടിനകത്ത് സിമെന്റേറ്റിന്റെ ഷേപ്പ് എന്തുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഗ്ലോബ്യൂൾസ് അല്ലെങ്കിൽ സ്പിറോയിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്തോ ഗുണം ഉണ്ടാവുന്നത്? അവിടെ എന്ത് ഗുണം ഉണ്ടാവുന്നത് എന്തുവാ? നമുക്ക് മെഷീനബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന എന്തിനാ? നമ്മൾ കോൾഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ലതായിട്ട് നമ്മൾ മെഷീനബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് നമുക്ക് റിക്വയർഡ് ഷേപ്പിനകത്തോട്ട് കോൾഡ് വർക്ക് എന്ന് വെച്ചാൽ എന്തുവാണ് അതറിയാവോ? കോൾഡ് വർക്ക് എന്ന് വെച്ചാൽ എന്തുവാ അറിയാവോ? വാട്ട് ഈസ് കോൾഡ് വർക്ക്? എന്താണ് കോൾഡ് വർക്ക്? എന്താണ്? മെൽറ്റിംഗ് പോയിന്റിലെ വിലോ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചു മറിച്ചും നമ്മൾ അതിനെ റിക്കോർഡ് ഷേപ്പിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ റിക്കോർഡ് ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്ത് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ നടക്കണം അല്ലേ. പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അത് മെഷീനബിൾ ആവണം. അവിടെ മെഷീനബിൾ അതിനകത്ത് ഒരുപാട് സ്ട്രെയിൻ ഹാർഡനിങ് സംഭവിച്ചു കഴിഞ്ഞാൽ മെഷീനബിൾ ആവത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ സ്പിറോഡൈസിങ് നമ്മൾ ചെയ്യുന്നത് എന്താ പറയുന്നത്? നമ്മുടെ ആ ബ്രിട്ടൻ നെറ്റ്വർക്കുള്ള സിമെന്റേറ്റ് നമ്മൾ സ്പിറോയിഡ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? A1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിന് തൊട്ട് താഴോട്ട് നമുക്ക് കിട്ടിയ പ്രോസസ് ആണ് ഈ ഫുൾ അനീലിംഗ് ചെയ്ത മെറ്റീരിയൽ ഉണ്ടല്ലോ. ഫുൾ അനീലിംഗ് ചെയ്ത മെറ്റീരിയൽ നമുക്ക് കിട്ടിയല്ലോ. ഫുൾ അനീലിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്തുവാ കിട്ടിയത്? ഇടയ്ക്കിടയ്ക്ക് ബ്രിട്ടിൽ നെറ്റ്വർക്ക് ഓഫ് സിമെന്റേറ്റ് ഉണ്ട്. ആ ഫുൾ അനീലിംഗ് ചെയ്ത മെറ്റീരിയലിനെ ഞാൻ A1 എന്ന് പറയുന്ന ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെക്കാട്ടും ലോവർ ആയിട്ട് കുറച്ച് സമയം ഞാൻ ഹീറ്റ് ചെയ്തിട്ട് വെക്കുന്നു. അപ്പൊ അങ്ങനെ ഹീറ്റ് ചെയ്തിട്ട് വെക്കുമ്പോഴത്തേനും അവിടെ ഓസ്റ്റിനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഓസ്റ്റിനേറ്റ് കൺവേർട്ട് ചെയ്യുന്നില്ല. പിന്നെ പകരം എന്ത് സംഭവിക്കുന്നത്? അവിടെ ഉള്ള സിമെന്റേറ്റിന്റെ ഷേപ്പ് എന്തായിട്ട് മാറുന്നു?
സ്പെറിക്കൽ അല്ലെങ്കിൽ സ്പിറോയിഡൽ ഷേപ്പായിട്ട് മാറുന്നു. മനസ്സിലായില്ലേ? ആ സ്പെറിക്കൽ അല്ലെങ്കിൽ സ്പിറോയിഡൽ ഷേപ്പായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സമയം എന്ത് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം അതിനുശേഷം നമ്മൾ അതിനെ കൂൾ ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചത്. പ്രോസസ് അനീലിംഗ്, അതിന്റെ പർപ്പസ് എന്താണ്, അത് എങ്ങനെയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫുൾ അനീലിംഗ്, അതിന്റെ പർപ്പസ് എന്താണ്, അത് എന്താണ് ചെയ്യുന്നത്. അപ്പൊ ഫുൾ അനീലിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഡിഫക്റ്റ് ഉണ്ടായി. ആ ഡിഫക്റ്റിനെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡിഫക്റ്റിനെ പരിഹരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? പറഞ്ഞേ എന്തോ ചെയ്തേ? ഡിഫക്റ്റിനെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്തേ? സ്പിറോഡൈസിങ്. എന്താണ് സ്പിറോഡൈസിങ്? സാധാരണ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് സ്റ്റീലിലാണ്? ഹൈപ്പോയിലാണോ ഹൈപ്പറിലാണോ? അപ്പൊ ആ പോയിന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ പോയിന്റ്സ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ്സ് ഒന്നും ഓർത്തിരിക്കത്തില്ല. അതുകൊണ്ട് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇതൊക്കെ ഓർത്തിരിക്കാൻ പറ്റും. സ്പിറോഡൈസിങ് ഒന്നുകൂടെ പറയാം, കേട്ടില്ല. എനിക്ക് നിങ്ങളുടെ സൗണ്ട് ക്ലിയർ ആവുന്നില്ല. എന്റെ സൗണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നോ? എനിക്ക് കേൾക്കുന്നില്ല. എനിക്ക് കട്ടാവുന്നുണ്ട്. എന്റെ കട്ടാവുന്നുണ്ടോ? നീ ഒന്നുകൂടെ പറഞ്ഞേ. അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ആ മെസ്സേജ് ആയിട്ട് ഇട്ടാലും മതി, വോയിസ് ആയിട്ട്. ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞത് ഹൈപ്പർ യൂടെക്ടോയിഡ് സ്റ്റീലിനകത്ത് നമ്മൾ പ്രോസസ് അനീലിംഗ്, ഫുൾ അനീലിംഗ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അവിടെ നമ്മൾ ഉദ്ദേശിച്ച അത്രയുള്ള ഒരു മെഷീനബിലിറ്റി നമുക്ക് കിട്ടത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സിമെന്റേറ്റിന് ഒരു ബ്രിട്ടിൽ നെറ്റ്വർക്ക് ഉണ്ട്. സിമെന്റേറ്റിന്റെ സ്ട്രക്ചറിന്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ്. സിമെന്റേറ്റ് ഇങ്ങനെ ആൽഫ ഫൊറേറ്റിന് ചുറ്റും ഇങ്ങനെ വലിഞ്ഞ് ഇരിക്കുമായിരിക്കും. അപ്പൊ ആ ഒരു സിമെന്റേറ്റിനെ നമുക്ക് സ്പെറിക്കൽ ഷേപ്പുള്ള ഗ്ലോബ്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മെഷീനബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ചും കൂടെ മെഷീനബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സ്പിറോഡൈസിങ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്താണ് ചെയ്യുന്നത്? ഹൈപ്പർ യൂടെക്ടോയിഡ് സ്റ്റീൽസ് ഫുൾ അനീലിംഗ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു സംഭവത്തിനെ നമ്മൾ ഒന്നും കൂടെ ഹീറ്റ് ചെയ്യുന്നു. എവിടം വരെ ഹീറ്റ് ചെയ്യുന്നു? A1 എന്ന് പറഞ്ഞ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ തൊട്ട് താഴെ വരെ, ഓൾമോസ്റ്റ് ഒരു 30 ഡിഗ്രി സെൽഷ്യസ് താഴെ വരെ ഹീറ്റ് ചെയ്തിട്ട് അപ്പോൾ എന്ത് സംഭവിക്കും? അതിനെ കുറച്ച് സമയത്തോടെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. ആ ഹോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഒരു ബ്രിട്ടിലായിട്ടുള്ള സിമെന്റ് പറഞ്ഞോ. ഫുൾ അനീലിംഗ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഹൈപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് A3 വരെയാണ് ഹീറ്റ്, അല്ല ഹൈപ്പർ ആണെങ്കിൽ A1 വരെ എബവ് ഹീറ്റ് ചെയ്യുന്നത്. പറഞ്ഞോ. ഇവിടെ നമ്മൾ ഓസ്റ്റനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. ആ ഒരു സിമെന്റേറ്റിന്റെ സ്ട്രക്ചർ നമ്മളൊന്ന് മാറ്റിയെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത സാധനമാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സിമെന്റേറ്റ് ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ കുറച്ചു നേരം ഹീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സിമെന്റേറ്റ് സ്ട്രക്ചർ ഗ്ലോബ്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് എക്സ്പെരിമെന്റിലൂടെ പ്രൂവ് ചെയ്ത സംഭവങ്ങളാണ്. അതാണ് നമ്മൾ പഠിക്കുന്നത്. അല്ല, ഫുൾ അനീലിംഗ് കഴിഞ്ഞിട്ടാ. ഓക്കെ, പിന്നെ നമുക്ക് പറയുന്നത് സ്പിറോഡൈസിംഗ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഹൈ കാർബൺ സ്റ്റീലിലാണ്. അതായത് ഹൈ കാർബൺ സ്റ്റീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബണിന്റെ കണ്ടന്റ് ഹൈപ്പർ, അതായത് എന്താ പറയുന്നത് 0.6 അല്ലെങ്കിൽ 0.6 കൂടുതലുള്ള സ്റ്റീലിലാണ് നമ്മൾ ഹൈപ്പർ. നമുക്ക് ഒരു എന്താ പറയുന്നത്, ജനറലൈസ് ചെയ്ത് പറയാം, ഹൈപ്പർ യൂടെക്ടോയിഡ് സ്റ്റീലിലാണ് നമുക്ക് പറയാം. പക്ഷെ നമുക്ക് ഹൈ കാർബൺ സ്റ്റീലിന് പറയാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? നമുക്ക് പ്രോസസ് അനീലിംഗ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ സിമെന്റേറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സിമെന്റേറ്റ് എങ്ങനെയാണ് കാണപ്പെടുന്നത്? പ്ലേറ്റ് ലൈക്ക്
അല്ലല്ല, പ്രോസസ് അനീലിംഗ് ഫുൾ അനീലിംഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ കാണപ്പെടുന്നത്? എങ്ങനെ കാണപ്പെടുന്നത്? ലാമെല്ലാ സ്ട്രക്ചർ ആണ്. എങ്ങനെ? ആൽഫയും Fe3 ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് സ്ട്രക്ചറാ. പ്രോസസ് അനീലിംഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? സ്പിറോഡൈസിങ് ചെയ്യും. ഇതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? സ്പിറോഡൈസിങ് ചെയ്യാൻ പോവാ. സ്പിറോഡൈസിങ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ലാമെല്ലാ സ്ട്രക്ചറിലുള്ള സിമെന്റേറ്റ് എന്തായിട്ട് കൺവേർട്ട് ആകും? ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻറ്റു റൗണ്ട് ഷേപ്പ്ഡ് അല്ലെങ്കിൽ സ്പിറോയിഡൽ ഗ്രെയിൻസ് ആയിട്ട് കൺവേർട്ട് ആവും. മനസ്സിലായില്ലേ? റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ സ്പിറോയിഡൽ ഗ്രെയിൻസ് ആയിട്ട് കൺവേർട്ട് ആവും. അപ്പൊ ദിസ് ചേഞ്ച് ഓഫ് ഷേപ്പ് reduces the surface area of cementite grains and hence reduces the hardness of the material, and the spheroidized steel correspond to the softest state of steel. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ സിമെന്റേറ്റ് സ്പെറിക്കൽ ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമ്മൾ അത് കുറച്ചും കൂടെ മെഷീനബിലിറ്റി അല്ലെങ്കിൽ ഡക്റ്റിലിറ്റി കൂടി എന്നുള്ളത് മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ്? ലാമെല്ലാ സ്ട്രക്ചറിലുള്ള സിമെന്റേറ്റിന് അല്ലെങ്കിൽ പ്ലേറ്റ് ലേക്ക് സ്ട്രക്ചറിലുള്ള സിമെന്റേറ്റിന് നമ്മൾ A1 ടെമ്പറേച്ചറിന് താഴെ ഒരു 30 ഡിഗ്രി താഴെ വരെ ഹീറ്റ് ചെയ്ത് കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഈ സിമെന്റേറ്റ് എന്തായിട്ട് കൺവേർട്ട് ആവുന്നു? എന്തായിട്ട് കൺവേർട്ട് ആവുന്നു? എന്തോട്ടാ കൺവേർട്ട് ആവുന്നത്? സ്പിറോയിഡായിട്ട് കൺവേർട്ട്, സ്പെറിക്കൽ ഷേപ്പിലുള്ള സിമെന്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ സ്പെറിക്കൽ ഷേപ്പിലുള്ള സിമെന്റേറ്റിന്റെ പ്രത്യേകത എന്താണ്? സർഫസ് ഏരിയ കുറവായിരിക്കും. അപ്പൊ സർഫസ് ഏരിയ കുറവാകുമ്പോഴത്തേന് സിമെന്റിന്റെ സർഫസ് ഏരിയ കുറവാകുമ്പോൾ എന്ത് സംഭവിക്കും? സിമെന്റിന്റെ സർഫസ് ഏരിയ കുറവാകുമ്പോൾ അവിടെ ആ എക്സ്പോസ് ചെയ്ത സർഫസ് കുറവാകുമ്പോഴത്തേന് അവിടെ ഹാർഡ്നെസ് കുറയത്തില്ലേ? ഇപ്പൊ കൂടുതൽ സിമെന്റേറ്റ് എക്സ്പോസ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഹാർഡ്നെസ് ആയിരിക്കും. ഇപ്പൊ സിമെന്റേറ്റിന്റെ സർഫസ് ഏരിയ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും? ഹാർഡ്നെസ് കുറഞ്ഞു, ഡക്റ്റിലിറ്റി അല്ലെങ്കിൽ മെഷീനബിലിറ്റി കൂടി. അപ്പൊ മൈക്രോസ്ട്രക്ചർ ഒബ്റ്റൈൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് പ്രോസസ് ഇസ് കോൾഡ് സ്പിറോഡൈറ്റ്. അപ്പൊ ഈ ഒരു സ്പിറോഡൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കിട്ടുന്ന മൈക്രോസ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സ്പിറോഡൈറ്റ് എന്ന് പറയുമ്പോഴത്തേന് which has a continuous matrix of soft machinable ferrite which spheroids of cementate are embedded. അപ്പൊ നമുക്ക് ഈ സ്പിറോഡൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയാണ് സ്ട്രക്ചർ? സ്പിറോഡൈസിങ് ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയാണ് സ്ട്രക്ചർ? എങ്ങനെയായിരുന്നു? ലാമെല്ലാ സ്ട്രക്ചർ. അതുകൊണ്ട് ഇങ്ങനെയായിരുന്നു, പ്ലേറ്റ് ലൈക്ക് ലാമെല്ലാ സ്ട്രക്ചർ ആയിരുന്നു. അതായത് ഒരു ആൽഫ, ഒരു Fe3 അല്ലെ? അത് പക്ഷെ ഇത് കഴിഞ്ഞപ്പോഴത്തേന് എങ്ങനെ മാറി നോക്കിക്കേ. ഇത് കണ്ടോ? ഈ ഫിഗർ നോക്കിക്കേ. ഇതിനകത്ത് ഈ വെളുത്തിരിക്കുന്ന എന്താണ്? ആൽഫ. അതിനകത്ത് റൗണ്ട് ഇരിക്കുന്ന എന്താണ്? സിമെന്റേറ്റ്. മനസ്സിലായില്ലേ? അപ്പൊ നിനക്ക് മനസ്സിലായോ സ്പിറോഡൈസിങ് എന്തിനാണ് ചെയ്യുന്നത്? അതെല്ലാം മനസ്സിലായല്ലോ. സ്പിറോഡൈസിങ് ഏത് ടൈപ്പ് ഓഫ് സ്റ്റീലാണ് സാധാരണ ചെയ്യുന്നത്? ഹൈ കാർബൺ ഹൈപ്പർ യൂട്രാക്റ്റോഡ് സ്റ്റീൽ ആണ് ചെയ്യുന്നത്. എന്തിനാണ് ചെയ്യുന്നത്? ആ ബ്രിട്ടിൽ നെറ്റ്വർക്ക് ഓഫ് സിമെന്റേറ്റിൽ അല്ലെങ്കിൽ ലാമെല്ലാ സ്ട്രക്ചർ ഓഫ് സിമെന്റേറ്റിനെ നമുക്ക് സ്പിറോയിഡ് അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പ് സിമെന്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മെഷീനബിലിറ്റി അല്ലെങ്കിൽ ഡക്റ്റിലിറ്റി കൂടുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? അത് നല്ലതല്ലേ? നമുക്ക് കോൾഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് നമുക്ക് അതിന് കോൾഡ് വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടത്തില്ലേ? കിട്ടുമോ? ഓക്കെ. അപ്പൊ ഈ പ്രോസസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. ദിസ് പ്രോസസ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ്. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ്, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ, ടൂൾ സ്റ്റീലിനൊക്കെ വേണ്ടിയിട്ടാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഹാർഡ്നെസ് ഓഫ് സ്റ്റീൽ ഈസ് റെഡ്യൂസ്ഡ് ബൈ സ്പിറോഡൈസിങ് ആൻഡ് ദെൻ ഈസ് മെഷീൻഡ്. അതിനുശേഷം നമ്മൾ ഈ സ്പിറോഡൈസിങ് ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതലും? സ്പിറോഡൈസിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതലും? മെഷീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു കാര്യം പറയാം. ഹാർഡ്നെസ് പെർമനന്റ് ആയിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. പിന്നെന്തിനാ? മെഷീനബിലിറ്റി. ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പൊ നമ്മുടെ ഹൈ കാർബൺ ടൂളില്ലേ, നിങ്ങൾക്ക് മെഷീൻ ടൂളിലൊക്കെ ഉപയോഗിക്കുന്ന ടൂളില്ലേ,
നമ്മുടെ ലേത്തിലൊക്കെ ഉപയോഗിക്കുന്ന ടൂളില്ലേ, ഈ ടൂളിന്റെ ഹാർഡ്നെസ്, ടൂളിന്റെ മെറ്റീരിയലിന് ഹാർഡ്നെസ് കൂടുതലായിരിക്കും കുറവായിരിക്കുമോ? ടൂളിന്റെ മെറ്റീരിയലിന് ഹാർഡ്നെസ് കൂടുതലായിരിക്കും കുറവായിരിക്കുമോ? കൂടുതലായിരിക്കും. അപ്പൊ ഈ ടൂൾ ഉണ്ടാക്കിയെടുക്കണ്ടോ നമുക്ക്? ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ടൂൾ ഉണ്ടാക്കിയെടുക്കണമല്ലോ. ഈ ടൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മൾ ടൂള് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നല്ലേ. ആ ടൂൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ടൂളിന് ആ റിക്വയർഡ് ഷേപ്പും ആ റിക്വയർഡ് ആംഗിളും ഒക്കെ കൊടുക്കണമെങ്കിൽ ആ ടൂള് നമ്മൾ മെഷീൻ ചെയ്യണ്ടേ? മെഷീൻ ചെയ്യണോ? അപ്പൊ ടൂൾ എന്ന് പറയുന്ന സാധനത്തിന് ഓൾറെഡി ഹാർഡ്നെസ് കൂടുതലാണ്. ആ ടൂളിന് മെഷീൻ ചെയ്യാൻ പറ്റുമോ? മെഷീൻ ചെയ്യാൻ പറ്റുമോ? ഭയങ്കര ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ, അതിനെ ലേത്തിനകത്തൊക്കെ വെച്ച് മെഷീൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്തെടുക്കും? അതിന് മെഷീൻ ചെയ്യാൻ, മെഷീനബിലിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സ്പിറോഡൈസിങ് ചെയ്തിട്ട് ആളുടെ ഹാർഡ്നെസ് കുറച്ച് ഡക്റ്റിലിറ്റി കൂട്ടി മെഷീനബിലിറ്റി കൂട്ടി നമ്മൾ മെഷീൻ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നമ്മുടെ റിക്വയർഡ് പ്രോപ്പർട്ടി നമ്മൾ അറ്റൈൻ ചെയ്യും. മനസ്സിലായോ പറയുന്നത്? അപ്പൊ ഹീറ്റ് ട്രീറ്റ്മെന്റ് സ്പിറോഡൈസിങ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് മെഷീനബിലിറ്റി കൂട്ടാൻ വേണ്ടി. നമ്മൾ മെഷീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഫൈനൽ നമുക്ക് സംഭവം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്ത് നമുക്ക് ഏത് പ്രോപ്പർട്ടിയാണോ വേണ്ടത് അതിനകത്തോട്ട് നമ്മുടെ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ പറയുന്നത്? ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ലാസ്റ്റ് സെക്ഷൻ ആണ്. ഓക്കെ, ഒരു 5 മിനിറ്റ് ഉണ്ടല്ലോ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അപ്പം പ്രോസസ് അനീലിംഗ് പറഞ്ഞു, ഫിൽ അനീലിംഗ് പറഞ്ഞു, സ്പിറോഡൈസിങ് പറഞ്ഞു. സ്പിറോഡൈസിങ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തിനാണ് സ്പിറോഡൈസിങ് ചെയ്യുന്നത്? സ്പിറോഡൈസിങ്ങിനകത്ത് ഉള്ള എന്താ സ്ട്രക്ചർ എന്താണ്, സ്പിറിക്കൽ ഷേപ്പ് കൊണ്ട് എന്താണ് പ്രത്യേകത, അതെല്ലാം പരീക്ഷയ്ക്ക് ഏതെങ്കിലും രീതി ചോദിക്കുന്ന കാര്യങ്ങളാണ്. അടുത്ത പറയാനുള്ളത് നോർമലൈസിങ്. എന്താണ് നോർമലൈസിങ് എന്ന് പറയുമ്പോഴത്തേന് കൺട്രോളിങ് ദി ഫൈനസ് ഓഫ് പിയർ ലൈറ്റ്, effect of dispersion strengthening in the steel can be managed. ഡിസ്പെർഷൻ സ്ട്രെങ്തനിങ് എന്താണെന്നൊക്കെ നമുക്ക് അങ്ങോട്ട് പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി. നമ്മൾ ഒത്തിരി സ്ലോലി നമ്മൾ കൂൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുന്നത്, പിയർ ലൈറ്റിന്റെ ഫൈനസ് കൂടിപ്പോവും. അങ്ങനെ ഫൈനസ് കൂടിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓക്കെ, അപ്പൊ നോർമലൈസിംഗ് എന്ന് പറയുമ്പോഴത്തേന് ഇതിനകത്ത് സാധാരണ നമ്മൾ സ്ലോലി കൂൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തുവാ കിട്ടുന്നത്? കോഴ്സ് പിയർലൈറ്റാണോ ഫൈൻ പിയർലൈറ്റാണോ കിട്ടുന്നത്? കോഴ്സ് പിയർലൈറ്റ്. പക്ഷെ കോഴ്സ് പിയർലൈറ്റ് ഒത്തിരി കോഴ്സ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹാർഡ്നെസ് അങ്ങ് ഒരുപാട് കുറയത്തില്ലേ? ഒരുപാട് അങ്ങ് കോഴ്സ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു പിയർലൈറ്റ് എക്സ്ട്രീംലി സ്ലോലി നമ്മൾ കൂൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് കോഴ്സ് പിള്ളേറ്റ് കിട്ടും? അപ്പൊ കോഴ്സ് പിള്ളേറ്റ് കിട്ടുമ്പോൾ അതിന്റെ ഹാർഡ്നെസ് ഒരുപാട് കുറയത്തില്ലേ? അപ്പൊ അത് നമുക്ക് ഫേവറബിൾ ആണോ? നമുക്ക് ഹാർഡ്നെസ് വേണം, പക്ഷെ ഡക്റ്റിലിറ്റിയും വേണം. രണ്ടും എക്സ്ട്രീംലി ലോ ആകാൻ പാടില്ല. ഹാർഡ്നെസ് എക്സ്ട്രീംലി ലോ ആയി കഴിഞ്ഞാൽ ഡക്റ്റിലിറ്റി എക്സ്ട്രീംലി ഹൈ ആയിരിക്കും. ഹാർഡ്നെസ് എക്സ്ട്രീംലി ഹൈ ആയി കഴിഞ്ഞാൽ ഡക്റ്റിലിറ്റി എക്സ്ട്രീംലി കുറവായിരിക്കും. രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ നമുക്ക് രണ്ടും ഒരു റൈറ്റ് കോമ്പിനേഷനിൽ വേണം. ഹാർഡ്നെസ്സും ഡക്റ്റിലിറ്റിയും ഒരു റൈറ്റ് കോമ്പിനേഷനിൽ വേണം. അപ്പൊ നമ്മൾ എക്സ്ട്രീം സ്ലോ കൂളിംഗിന് പകരം എന്ത് ഉപയോഗിക്കും? ഒരു മീഡിയം ടൈപ്പ് കൂളിംഗ് ഉപയോഗിക്കും. എന്താണ്? ഫാസ്റ്റ് ഒരു നോർമൽ കൂളിംഗ് ഉപയോഗിക്കും. അപ്പൊ നോർമൽ ആയിട്ടുള്ള കോമ്പിനേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഒരു കോമ്പിനേഷൻ ഓഫ് റൈറ്റ് കോമ്പിനേഷൻ ഓഫ് ഹാർഡ്നെസ് ആൻഡ് ഡക്റ്റിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? റൈറ്റ് കോമ്പിനേഷൻ ഓഫ് ഹാർഡ്നെസ് ആൻഡ് ഡക്റ്റിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? നോർമലൈസിങ് ഉപയോഗിക്കുന്നത്. അപ്പൊ നോർമലൈസിങ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒബ്റ്റൈൻ റിലേറ്റീവ്ലി ഗുഡ് ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി വേണം, പക്ഷെ എന്താണ്? ഹാർഡ്നെസ്സും സ്ട്രെങ്തും ഒരുപാട് അങ്ങ് കുറയാനും പാടില്ല. പറഞ്ഞ മനസ്സിലായോ? ഡക്റ്റിലിറ്റി വേണം, പക്ഷെ ഹാർഡ്നെസ്സും സ്ട്രെങ്തും ഒരുപാട് കുറയാൻ പാടില്ല. അപ്പൊ അതിന് നമുക്ക് ചെയ്യേണ്ട ടു പ്രൊഡ്യൂസ് ഗ്രീൻ സ്ട്രക്ചർ വിച്ച് ഈസ് റിഫൈൻഡ് ആൻഡ് യൂണിഫോം സൈസ്, നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? നോർമലൈസിംഗ് ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നോർമലൈസിംഗ് എന്താണെന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം.
ഇപ്പൊ ഞാനാണെങ്കിൽ 4 ടെമ്പറേച്ചർ ലിമിറ്റിനെ പറ്റി പറഞ്ഞായിരുന്നു. A1, A2, A3, പിന്നെന്താ പറഞ്ഞത് ACM എന്ന ടെമ്പറേച്ചർ പറഞ്ഞായിരുന്നു. ACM ഏതാ ACM പറഞ്ഞേ? ഏതാ ACM പറഞ്ഞേ? ഏതാ ACM? D ലൈൻ ആണ് ACM. ക്ലിയർ ആണോ? ACM എന്ന് പറഞ്ഞ ലൈൻ ഏതാണ്? ഓക്കെ. അപ്പൊ നമുക്ക് ഇപ്പൊ നോർമലൈസിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നോർമലൈസിങ് ചെയ്യുന്ന സമയത്ത് 2 ടൈപ്പ് ഓഫ് സ്റ്റീലിന് 2 രീതിയിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഹൈപ്പർ യൂടെക്ടോഡ് നോക്കാം. ഹൈപ്പർ യൂടെക്ടോഡ് എന്ന് പറയുമ്പോഴത്തേന് നമ്മള് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഹൈപ്പോ യൂടെക്ടോഡ് ചെയ്ത് നമ്മൾ ഫുൾ അനീലിംഗിനകത്ത് എങ്ങനെയാ ചെയ്തിരുന്നത്? ഫുൾ അനീലിംഗിനകത്ത് എങ്ങനെയാ ചെയ്തിരുന്നത്? ഫുൾ അനീലിംഗിനകത്ത് എങ്ങനെയാ ചെയ്തിരുന്നത്? ഫുൾ അനീലിംഗിനകത്ത് എങ്ങനെയാ ചെയ്യുന്നത്? ഹൈപ്പോ യൂടെക്ടോഡിനകത്ത് എവിടം വരെ ഹീറ്റ് ചെയ്ത്? A3 വരെ. അതായത് അതുപോലെ തന്നെ ഹൈപ്പർ യൂടെക്ടോ അതുപോലെ തന്നെ വരും. ഹൈപ്പർ യൂടെക്ടോഡ് നമ്മൾ A3യുടെ മുകളിൽ വരെ ഹീറ്റ് ചെയ്യും. അപ്പൊ A3യുടെ മുകളിൽ വരെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്തുമായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്? എന്തുമായിട്ടാണ് കൺവേർട്ട് ആവുന്നത്? ഓസ്നേറ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഫുൾ അനീലിംഗ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഡ്രോബാക്ക് എന്തുവായിരുന്നു? നമ്മൾ ഹൈപ്പർ ഹീറ്റ് ചെയ്തപ്പോ എവിടം വരെ ഹീറ്റ് ചെയ്തുള്ളൂ? ഹൈപ്പർ ഹീറ്റ് ചെയ്തപ്പോ എവിടം വരെ ഹീറ്റ് ചെയ്തുള്ളൂ? A1 വരെ ഹീറ്റ് ചെയ്തുള്ളൂ. അപ്പൊ ഫുൾ ഓസ്നേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഫുൾ ഓസ്നേറ്റ് പവർ എന്തായിട്ട് കൺവേർട്ട് ആവുന്നുള്ളൂ? ഇവിടെ എന്തുണ്ടാവുന്നത്? ഓസ്നേറ്റ് പ്ലസ് സിമെന്റേറ്റ് ആയിട്ടാ കൺവേർട്ട് ആവുന്നത് അല്ലേ? അപ്പം നമുക്ക് ഹൈപ്പർ യൂടെക്ടോഡ് സ്റ്റീലിനെ ഫുൾ ഓസ്നേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഏത് ടെമ്പറേച്ചറിന് എബോവായിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യണം? എവിടെ പറഞ്ഞോടാ ഇത്? എവിടെ വരണം? ഏത് ലൈൻ ക്രോസ് ചെയ്യണം? ACM ക്രോസ് ചെയ്യണ്ടേ? അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ നമ്മൾ ഹൈപ്പർ യൂടെക്ടോഡ് സ്റ്റീലും എവിടെ വരെ നമ്മൾ ഹീറ്റ് ചെയ്യണം? ACM എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ അബോവ് നമ്മൾ ഹീറ്റ് ചെയ്യണം കേട്ടോ. ഈ ACM എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ അബോവ് നമ്മൾ ഹീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ കൂൾ ചെയ്യുന്നത്. ഇതാണ് നോർമലൈസിങ് ചെയ്യുമ്പോൾ നമുക്ക് നോർമലൈസിങ് ചെയ്യുന്നത് ഇതാണ്. ഈ ഗ്രാഫ് എന്താണ്? ഈ ഗ്രാഫ് സത്യം പറഞ്ഞ് നിങ്ങൾ എക്സാമിന് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ ഗ്രാഫാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഈ ഗ്രാഫാണ് ഇമ്പോർട്ടന്റ്. ഇത് പഠിക്കാൻ പറ്റുമെങ്കിൽ ഈ ഗ്രാഫ് പഠിക്കുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പോസിഷൻ ടെമ്പറേച്ചർ റേഞ്ചും ആണ് കാണിക്കുന്നത്. ഏത് കോമ്പോസിഷനിലാണ് ഇത് നമ്മൾ ചെയ്യുന്നത്, ഏത് ടെമ്പറേച്ചർ റേഞ്ചിലാണ് നമ്മൾ ഹീറ്റിംഗ് നടക്കുന്നതെന്നാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫ് ഈ ഗ്രാഫാണ്. ഏത് ടെമ്പറേച്ചർ അബോവ് ആണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ നോർമലൈസിംഗിനകത്ത് നമ്മൾ എന്താ പറയുന്നത്, ഹൈപ്പോ യൂടെക്ടോഡ് ഹീറ്റ് ചെയ്യുന്ന എവിടെയാണ്? 50°C എബവ് ദി ഏത് ടെമ്പറേച്ചർ ആണ്? ഹൈപ്പോ ഹീറ്റ് ചെയ്യുന്നത് ഹൈപ്പോ A3 ആൻഡ് ഹൈപ്പർ ഹീറ്റ് ചെയ്യുന്നത് ACM എന്നതിന് എബവ് ആണ്. എന്നിട്ട് നമ്മൾ എന്തെടുക്കും? എല്ലാത്തിനകത്ത് കോമൺ ആയിട്ട് ഒരു കാര്യം പറയാം. ആഫ്റ്റർ ഹീറ്റിംഗ് എന്ത് പറയാം? ഇത് മെറ്റീരിയൽ ഈസ് റീറ്റെയിൻഡ് അറ്റ് ദിസ് ടെമ്പറേച്ചർ ഫോർ എ സ്പെസിഫിക് ഡ്യൂറേഷൻ. അതിനുശേഷം നമ്മൾ കൂൾ ചെയ്യുന്നു അല്ലേ? ഇപ്പൊ കൂള് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ കൂൾ ചെയ്യുന്നത്. കാരണം അതായത് എക്സ്ട്രീം സ്ലോ അല്ല, എക്സ്ട്രീം ഫാസ്റ്റും അല്ല, ഒരു മീഡിയം റേഞ്ചിൽ കൂൾ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരുപാട് ഫൈൻ സ്പീഡിലേറ്റും അല്ല, ഒരുപാട് കോഴ്സ് സ്പീഡിലേറ്റും അല്ല, നമുക്കൊരു ഇന്റർമീഡിയറ്റ് ഉള്ള പ്രോപ്പർട്ടി നമുക്ക് കിട്ടും. ഓക്കെ. അപ്പൊ നോർമലൈസിങ് ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്? ഹൈപ്പോ യൂടെക്ടോഡ് സ്റ്റീൽ A3 എന്ന് പറയുന്ന ടെമ്പറേച്ചർ അബോവ് ഹീറ്റ് ചെയ്യും. ഹൈപ്പർ യൂടെക്ടോഡ് സ്റ്റീൽ ACM എന്ന ടെമ്പറേച്ചർ അബോവ് ഹീറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ കൂൾ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രീം സ്ലോ അല്ല, എക്സ്ട്രീം ഫാസ്റ്റും അല്ല, ഒരു മീഡിയം റേറ്റിൽ നമ്മൾ കൂൾ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു മീഡിയം ടൈപ്പിലുള്ള ഗ്രേ സ്ട്രക്ചർ കിട്ടുന്നു. അപ്പൊ നമുക്ക് മീഡിയം റൈറ്റ് കോമ്പിനേഷൻ ഉള്ള
റൈറ്റ് കോമ്പിനേഷൻ ഓഫ് നമുക്ക് എന്ത് കിട്ടുന്നു, ഹാർഡ്നെസ്സും സ്ട്രെങ്തും കിട്ടുന്നു. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിർത്തുവാണ്. ഇന്നത്തെ ക്ലാസ് കറക്റ്റ് 10 മണിയായി. അപ്പോ ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് എന്തൊക്കെയാ പറഞ്ഞത്, പ്രോസസ് അനീലിംഗ് പറഞ്ഞു. പ്രോസസ് അനീലിംഗ് അത് എന്താണ്, പ്രോസസ് അനീലിംഗ് എന്താണ് ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞ് അതുകൊണ്ട് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പ്രോസസ് അനീലിംഗ് എന്താണ്, പ്രോസസ് അനീലിംഗ് എന്താണ്, അത് എവിടെയാണ് ഉപയോഗിക്കുന്നത്, അത് എവിടെ തൊട്ട് എവിടെ വരെ ഹീറ്റ് ചെയ്യുന്നു? ഹലോ, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രോസസ് അനീലിംഗ് ഉണ്ട്, ഫുൾ അനീലിംഗ് ഉണ്ട്, പിന്നെന്താ പറഞ്ഞത്, സ്പിറോഡൈസിംഗ് ഉണ്ട്, നോർമലൈസിംഗ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ കറക്റ്റ് 1 hour എടുക്കാത്തുള്ളൂ എന്ന് പറഞ്ഞു. കറക്റ്റ് 1 hour എടുത്തുള്ളൂ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇന്ന് പറ്റത്തില്ല. കാരണം കോളേജ് ചെന്നെങ്കിൽ മാത്രമേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം. ഓക്കെ ആണോ?